എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് സെൽഫ് ലവ്. വാട്ട് ഇസ് സെൽഫ് ലവ്? നമ്മളെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ട് അല്ലേ, ടേക്ക് കെയർ ചെയ്ത സംഭവം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നു, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ സാധിച്ചെടുക്കുന്നു, നമ്മുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് നല്ല രീതിയിൽ ചെയ്യുന്നു. പക്ഷെ ഇത് നമുക്കൊരു ക്ലോസ് വയ്ക്കാം. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമ്മളെന്താണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുക. നമ്മൾ സെൽഫായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നതാണ് നമ്മളെന്താണ് സെൽഫ് ലവ്. ക്ലോസ് ശ്രദ്ധിച്ചോണ്ട് എന്താണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, നമ്മുടെ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ അതാണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നു. അതായത് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി ഉണ്ടില്ലേ? ഈ ബൗണ്ടറി കടന്നു പോയി കഴിഞ്ഞാൽ ഉള്ള ഇഷ്യൂസ് അറിയാമോ? അതാണ് മറ്റുള്ളവരെ നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഏരിയയിലോട്ട് ഞാനിപ്പോൾ വരുന്നത്. സോ അധികമായാൽ അമൃതം വിഷമാണ്. സെൽഫ് ലവ് വേണം, തീർച്ചയായിട്ടും വേണം. നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, അത് ഓർത്താണ്. സോ സെൽഫ് ലവ് വേണം, പക്ഷേ അത് മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്ന രീതിയിൽ ഒരിക്കലും സെൽഫ് ലവ് വരരുത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡിൻ്റെ കാര്യം പോലും നോക്കാത്തൊരു വ്യക്തിയാണ്. അവർക്ക് കുട്ടികളുണ്ട്, കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യങ്ങളെല്ലാം വൈഫിൻ്റെ തല ഇട്ടിരിക്കുകയാണ്. വൈഫും വർക്കിംഗ് ആണ്. അപ്പോൾ ഈ എല്ലാ കാര്യവും വീട്ടിലെ A to Z കാര്യങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? വൈഫിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പുള്ളിയുടെ ഇഷ്ടങ്ങൾ ചെയ്യുവാണ്. സിനിമ കാണാൻ പോകുന്നു, ബുക്സ് വായിക്കുന്നു, ഇഷ്ടമുള്ള അത്രയും യാത്ര ചെയ്യുന്നു. ഇതൊക്കെ പുള്ളി എല്ലാം ചെയ്യുന്നു. എല്ലാം ഒറ്റയ്ക്കാണ് പുള്ളി ചെയ്യുന്നത്. ഇങ്ങനത്തെ പുള്ളിയുടെ ഇഷ്ടങ്ങളെല്ലാം. പക്ഷേ വീട്ടിലെ കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും എല്ലാം വൈഫിൻ്റെ തലയിലോട്ടിട്ട് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വൈഫ് അവർക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ പ്രഷർ, അല്ലെങ്കിൽ ആ മെൻ്റലി പുള്ളിക്കാരി എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഇതൊന്നും അറിഞ്ഞിട്ടും മൈൻഡ് ചെയ്യാതെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ സ്വാർത്ഥത, സെൽഫ് ലവ് കൂടിപ്പോയി കഴിഞ്ഞിട്ട് ഭയങ്കര എൻ്റെ കാര്യം ഞാൻ എന്നുള്ളൊരു ചിന്ത കൂടിപ്പോയി. അതാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് പോകാം. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫ്. ഞങ്ങൾ കാണുന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ടുപോകാം. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി കാരണം സംഭവിക്കുന്ന കുറേ ഇഷ്യൂസ്, ഫാമിലിയിൽ ഒത്തിരി സ്ട്രഗിൾസും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഹസ്ബൻഡിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് വളർന്നു വന്നത്, എന്നെ ഇങ്ങനെയാണ് വളർത്തിയത്, എനിക്കപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും മാറാൻ പറ്റത്തില്ല. നമുക്ക് ജനറ്റിക്സ് പരമായിട്ട് നമുക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, നമ്മുടെ എൻവയോൺമെൻറ്റ് കാരണം നമുക്ക് കുറേ പോസിറ്റീവ്സും കുറേ നെഗറ്റീവ്സും ഉണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്ന നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആരുടെ കടമയാണ്? നമ്മുടെ കടമയാണ്, അല്ലേ? അല്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടായാൽ എന്നതേലും ആവുമോ? ഒരിക്കലും ആവത്തില്ല. എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇതിപ്പോൾ വൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വൈഫിൻ്റെ തലയെല്ലാം കൊടുക്കുന്നു, ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ ഒരു ഏർപ്പാടാണ്. ഇതൊരു എക്സാമ്പിളാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂജ് ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. ഇതൊരു എക്സാമ്പിളാണ്. ഈ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ പുള്ളിയുടെ ഇഷ്ടങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി ചിന്തിക്കുന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വൈഫിന് ഇതുപോലെ കുറേ ഇഷ്ടങ്ങളുണ്ട്. പുള്ളിക്കാരി മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ മക്കൾക്ക് ഇത് വേണം, ചെറിയ പിള്ളേരാണ്, അവരുടെ കാര്യങ്ങൾ ഇന്നത് നോക്കണം. അപ്പോൾ പുള്ളിക്കാരി ഇഷ്ടങ്ങൾ, പുള്ളിക്കാരിയുടെ സെൽഫ് ലവ് പുള്ളിക്കാരി കുറയ്ക്കേണ്ടത് നിർബന്ധമായിട്ട് വരുന്നു. കാരണം മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മൾ സെൽഫ് ലവ് വേണം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹസ്ബൻഡിന് ശരിക്കും ഹസ്ബൻഡിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെന്ന് ഒരിക്കലും നമ്മൾ പറയത്തില്ല. പക്ഷേ റെസ്പോൺസിബിലിറ്റീസ് പരസ്പരം ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യുക, നമ്മുടെ ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യുക, എല്ലാം ചെയ്യാം. സോ അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ആൾക്ക് ഇത്രയും സ്ട്രഗിൾ വരത്തില്ല. ഇതുപോലെ തന്നെ പല എക്സാമ്പിൾസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം വരുമ്പോഴത്തേക്കും നമ്മൾ പേരൻറ്റിങ് വരുമ്പോൾ ഈ ഹസ്ബൻഡിനെ വളർത്തിയ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പേരൻറ്റിങ് സ്റ്റൈൽ വരുമ്പോൾ എന്നതേലും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ എന്ത് തെറ്റ് എന്ത് ശരി എന്ന് ചിന്തിച്ചെടുക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടല്ലോ. അത് ചെയ്യേണ്ട ആരുടെ കടമയാണ്?
നമ്മുടെ കടമയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന നമ്മളെ തന്നെ മോണിറ്റൈസ് ചെയ്യുക, നമ്മളെ തന്നെ ചിന്തിക്കാൻ, ഞാൻ മോണിറ്റർ ചെയ്യുക. നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യുക. എന്താണ് നീ ചെയ്യുന്നത് ശരിയാണോ? നീ തന്നെ, അതായത് നമ്മളോട് തന്നെ ചോദിക്കുക, നീ ചെയ്യുന്നത് ശരിയാണോ? നിൻ്റെ ഈ തെറ്റുകളാണ്. എന്നിട്ട് നമ്മൾ എന്താണ്, നമുക്ക് തന്നെ നമ്മുടെ തെറ്റുകളെ നമ്മൾ തിരുത്തുക. തീർച്ചയായിട്ടും തെറ്റുകൾ സംഭവിക്കാത്ത ആൾക്കാരില്ല. കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ എന്താണ്, നമ്മുടെ പോസിറ്റീവ്സും നമ്മുടെ നെഗറ്റീവ്സും നമ്മൾ തിരുത്തത്. അതേ തിരുത്തേണ്ട നെഗറ്റീവ്സ്, ചില നെഗറ്റീവ്സ് തിരുത്താത്തത് നല്ലതാട്ടോ, അത് നമ്മൾ പറയണമല്ലോ. എന്നാൽ നമ്മൾ തിരുത്തേണ്ട നെഗറ്റീവ്സ്, ആ കാര്യങ്ങൾ എന്താണ് നമ്മൾ തിരുത്തുക. നമുക്കറിയാം മറ്റുള്ളവർക്ക് അതൊരു ദ്രോഹമാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതെന്താണ്, ആ ഒരു കാര്യം നമ്മൾ തിരുത്തണം. സോ പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടൊരു വീഡിയോ ആണ് ഇത്. ഹ്യൂജ് ടോപ്പിക്കാണ്. ചെറിയൊരു ചിന്ത. നമുക്കെന്താണ്, നമ്മൾ മനുഷ്യന്മാർക്ക് ചിന്തിക്കാനുള്ള കഴിവ് വേണം. കാലഘട്ടമാണ്, എല്ലാം എഐക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. ചെറിയൊരു തോട്ടാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ തോട്ട്സ് ആയിരിക്കും എൻ്റെ ഈ വീഡിയോസിൻ്റെ അകത്തെല്ലാം വരുന്നത്. സോ ഇങ്ങനത്തെ തോട്ട്സ്, ഇങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ടോപ്പിക്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ഷെയറും ചെയ്യുക. അത്രയേ ഉള്ളൂ. സോ താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. Bye.